സിറിയയിലെ ദമാസ്കസിൽ വിശുദ്ധ കുർബാനയ്ക്കിടെ ചാവേർ ആക്രമണം നടന്ന ക്രൈസ്തവ ദേവാലയത്തിൽ പുനരുദ്ധാരണ പ്രവർത്തികൾ പുരോഗമിക്കുന്നു. സെയിന്റ് ഏലിയാസ് ദേവാലയത്തിലാണ് ഭീകരാക്രമണത്തിന് ശേഷം ക്രിസ്ത്യൻ യുവാക്കൾ ഒത്തുകൂടി രക്തക്കറകളും അവശിഷ്ടങ്ങളും നീക്കം ചെയ്തത്. പുനരുദ്ധാരണത്തിന് ശേഷം നാളെ പള്ളിയിൽ ദിവ്യകാരുണ്യ ആരാധന നടത്തും. ആക്രമണത്തിൽ 30ഓളം വിശ്വാസികൾ കൊല്ലപ്പെട്ടിരുന്നു. 80ലേറെ പേർക്ക് പരിക്കേറ്റതായി ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ തന്നെ 25ഓളം പേർ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. ചാവേർ ആക്രമണത്തിന് പിന്നിൽ ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധം പുലർത്തുന്നവരാണെന്ന് സിറിയൻ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരുന്നു. ഭീകരൻ പള്ളിയിൽ കയറി വെടിയുതിർത്ത ശേഷം പൊട്ടിത്തെറിക്കുകയായിരുന്നെന്ന് മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ആക്രമണത്തിൽ 2 പേർ പങ്കാളികളായിട്ടുണ്ടെന്നാണ് വിവരം. ഒരാൾ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ പൊട്ടിത്തെറിച്ചു. രണ്ടാമന് വേണ്ടി അന്വേഷണം പുരോഗമിക്കുകയാണ്. വെല്ലുവിളികൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ക്രൈസ്തവ വിശ്വാസം കൈവിടാതെ ധീരതയോടെ മുന്നോട്ടു പോവുകയാണ് ദമാസ്കസിലെ ക്രിസ്ത്യാനികൾ.